ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് കൈത്താക്കാലം 5-ാം ഞായർ തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൽ നമ്മൾ വായിച്ചു കേൾക്കുക ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെക്കുറിച്ചാണ്. അതിൽ ധനവാനെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ സുവിശേഷത്തിൽ വർണ്ണിക്കുമ്പോൾ ലാസറിനെ കുറിച്ച് വളരെ കാര്യമായിട്ടൊന്നും നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നില്ല. ലാസർ ധനവാന്റെ കട്ടിലപ്പടിയിൽ കിടന്നിരുന്നുവെന്നും അവൻ്റെ മേല് മൊത്തം വ്രണങ്ങളായിരുന്നുവെന്നും അവൻ്റെ വ്രണങ്ങൾ നായ്ക്കൾ നക്കിയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മറിച്ച് ധനവാന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആഡംബര ജീവിതത്തിൻ്റെയും മൃഷ്ടാന ഭോജനങ്ങളുടെയും സുഖലോലുപതയുടെയും ഒക്കെ പുറകു പോകുന്ന ഒരു ധനവാന്റെ ജീവിതം വളരെ വ്യക്തമായിട്ട് സുവിശേഷകൻ വരച്ചു വെച്ചിട്ടുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഒരു ഭൃത്യൻ്റെ കാര്യം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, അവിശ്വസ്തനായ ഭൃത്യൻ്റെ കാര്യം. അതിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ധനം എന്നതിൻ്റെ മൂലപദമായിട്ട് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുക മാമോൻ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം സമ്പത്ത്, ധനം, നമ്മൾ കരുതി കൂട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ പൊസിഷനെയും സൂചിപ്പിക്കാനുള്ളൊരു പദമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ ബൈബിൾ ഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള ഒരു ചോദ്യമാണ്, ധനവാൻ എന്തേ സ്വർഗരാജ്യത്തിൽ പോകുക ഇല്ലേ എന്നുള്ള ചോദ്യം. ആരാണ് ഈ ധനവാൻ എന്നുള്ളൊരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ എൻ്റെ സമയം എനിക്ക് വേണ്ടി മാത്രമാണോ ചിലവഴിക്കുന്നത്? എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, എൻ്റെ സമയം, എൻ്റെ കഴിവുകൾ, ഇതെല്ലാം ഞാൻ എനിക്ക് വേണ്ടി കരുതി കൂട്ടി വെക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മളും ഒരു ധനവാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ധനവാന്റെ വാതിലിൻ്റെ പടിയിലാണ് ലാസർ കിടന്നത് എന്നുള്ളത് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് നാം കാണുന്നുണ്ട്. എന്താണ് വാതിൽ? നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരത്തിൽ പറഞ്ഞാൽ വാതിൽ എന്ന പദത്തിൻ്റെ അർത്ഥം വാ ഇതിലെ എന്നുള്ളതാണ്. അതായത് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭവനത്തിലേക്ക് പ്രകാശമേ കടന്നു വരിക, ശുദ്ധവായുവേ കടന്നു വരിക, നിത്യ വെളിച്ചമേ കടന്നു വരിക എന്നുള്ള ഒരു ആശയത്തിലാണ് വാ ഇതിലെ എന്നുള്ള അർത്ഥത്തിൽ വാതിലെന്ന് നമ്മൾ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വാതിൽ മറ്റൊരുവൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അപരൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോക്കായിട്ട് അതിലൊരു പ്രവേശനമായിട്ടാണ് സുവിശേഷകൻ ഇതിൽ അവതരിപ്പിക്കുക. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൽറ്റിംഗ് വാൾ എന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്, മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. പക്ഷേ കവിതയുടെ അവസാനത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ തിരുത്തുന്നുണ്ട്, ചില കാര്യങ്ങൾക്ക് മതിലുകൾ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലേ? നമ്മളും അകറ്റി നിർത്തിയിട്ടില്ലേ? നമ്മളും നമ്മുടെ സഹായഹസ്തം മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുള്ള പല ജീവിതങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ ഈ സുവിശേഷ ഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്, അകമഴിഞ്ഞ കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരങ്ങൾ മറ്റൊരുവനിലേക്ക് നീട്ടുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു വെക്കുക വളരെ പ്രധാനമായിട്ട് 3 ആശയങ്ങളാണ്. ഒന്ന്, നിത്യജീവിതത്തിൻ്റെ പ്രകാശനം അനുദിന ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, അതായത് അമ്മയുടെ, അപ്പൻ്റെ, മക്കളുടെ, ടീച്ചറുടെ, നമ്മുടെ ജോലി മേഖലയുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിത്യജീവിതത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണോ നാം ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. രണ്ടാമതായിട്ട്, നിത്യജീവനിലേക്കുള്ള ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ പരിപൂർണ്ണ വിശുദ്ധിയോടും സമർപ്പണത്തോടും ഈശ്വര വിചാരത്തോടും കൂടെ ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായിട്ട്, ഒരു നല്ല ശിഷ്യത്വം നിറഞ്ഞ അല്ലെങ്കിൽ നല്ലൊരു ശിഷ്യൻ്റെ മനോഭാവത്തോടു കൂടെയുള്ള ജീവിതശൈലി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സുവിശേഷത്തിൽ എപ്പോഴും വായിച്ചു കേൾക്കുന്ന ഒരു ആശയമാണ് നല്ല ശിഷ്യനാവുക, അല്ലെങ്കിൽ ഈശോ നല്ല ശിഷ്യന്മാരെ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ചു എന്നുള്ളതൊക്കെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് തന്നെ യേശുവിനെ ഹൃദയത്തോട് ചേർന്ന, യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളോട് ചേർന്ന നല്ലൊരു ശിഷ്യനാവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ സുവിശേഷ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് നമുക്കും ആഹ്വാനം ചെയ്യാം നല്ലൊരു ക്രിസ്തു ശിഷ്യനായിട്ട് മാറുവാനായിട്ട്. എവിടെയോ വായിച്ചു കേട്ട ഒരു കവിതയുടെ വരികൾ ഇങ്ങനെയാണ്. കവിതയുടെ പേര് പിന്നെയാകാം. വിഷമടിച്ച പച്ചക്കറികൾ കഴിച്ചുമെടുത്തു കൃഷി ചെയ്യണം, പിന്നെയാകാം. അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പുതിയൊരു ബന്ധങ്ങൾ സൃഷ്ടിക്കണം, പിന്നെയാകാം. കുടുംബത്തിലുള്ളവരോടുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് വർഷങ്ങളായി, പക്ഷേ പിന്നെയാകാം. ഈശ്വര വിശ്വാസത്തിലേക്ക് അടിയുറച്ച് വളരുവാൻ വേണ്ടി ദേവാലയങ്ങളിൽ പോയിട്ട് വർഷങ്ങളായി, പക്ഷേ പിന്നെയാകാം. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് ചുറ്റും കൂടി നിന്നവർ പറഞ്ഞു, ഇനി താമസിക്കാൻ കഴിയില്ല, ഇനി താമസിച്ചാൽ ശരീരം ജീർണിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, മാറ്റിവെക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തിരുത്താൻ പറ്റാത്ത ഒരു സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇന്നേ ദിവസം, ഇന്നേ സമയം, ഈ നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയത്തിലൊരു പ്രതിജ്ഞയെടുക്കാം. എൻ്റെ കഴിവുകൾ, എൻ്റെ സമയം, എൻ്റെ ധനങ്ങൾ, എൻ്റെ സമ്പാദ്യമെന്ന് ഞാൻ കരുതി വെച്ചതെല്ലാം
മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉൾവിളിക്ക് വേണ്ടി വിശുദ്ധ മദർ തെരേസ പറഞ്ഞു വെക്കുന്നുണ്ട്, ഗീവ് ഇറ്റ് അണ്ടിൽ ഇറ്റ് ഹേർട്സ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മുറിയപ്പെടുന്ന നിമിഷം വരെ, നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ വരുന്നവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജീവരക്തം പൊടിയുന്നത് വരെ അപരന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.